ഇതൊക്കെയാണോ പഠിക്കുന്നത്? നമ്മൾ എന്ത് പഠിച്ചാലും, തിയറി എന്ത് പഠിച്ചാലും അതിന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എപ്പോഴും ഫസ്റ്റ് തൊട്ട് തന്നെ പഠിച്ചു പോകണം. അത് വേണ്ടേ? വേണമല്ലോ. യെസ്, വേണം അല്ലേ? ശരിയല്ലേ? വേണ്ടേ? നമ്മൾ എന്തൊക്കെയാണോ അത് തിയറി പഠിക്കുന്നത് അത് ഏറ്റവും ആദ്യം മുതൽ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടെ ചെയ്തു പോകണം എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അല്ലാതെ ബാക്കി എല്ലാവരെയും പോലെ ഇത് കുറെ തിയറി പഠിച്ചിട്ട് അവസാനം എന്താ ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാം ടൈമിൽ നോക്കാൻ വേണ്ടി നിൽക്കരുത്. സോ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇതിനെ പഠിച്ച തിയറിയുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം കൃത്യമായി പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which one of the most abundant anion in extracellular fluid? സെല്ല് പഠിച്ചതാണ്, സെല്ല് ചോദ്യമാണ്. എന്താണ് ഇത്? എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിലുള്ള മോസ്റ്റ് അബണ്ടന്റ് ആനയോൺ ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഈ ചോദ്യം കാണുമ്പോൾ മനസ്സിൽ ഫസ്റ്റ് ഉത്തരം ഏത് വരും? ഏത് വരും? ഏത് വരും? ഏത് വരും? ഏത് വരണം? ഏത് വരും? സോഡിയം ആണോ, പൊട്ടാസ്യം ആണോ, ക്ലോറൈഡ് ആണോ? ഏതാണ്? സോഡിയം ആണോ, പൊട്ടാസ്യം ആണോ, ഓർ ദ ക്ലോറൈഡ് ആണോ ദ മോസ്റ്റ് അബണ്ടന്റ് ആനയോൺ? ഏതായിരിക്കും? എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനകത്തുള്ള മോസ്റ്റ് അബണ്ടന്റ് ആനയോൺ എന്ന ചോദ്യം വന്നിരിക്കുന്നത്. എങ്കിലേ നമുക്കൊരു കഥ പറയാം. ഒരു കഥ പറയാം. ഉത്തരം കിട്ടുന്ന കഥ പറയാം. ഒരു സ്റ്റോറി പറയട്ടെ. ഒരു സ്റ്റോറി പറയട്ടെ. ഒരു കഥ പറയട്ടെ. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരു കഥ പറയട്ടെ. ഒരു കഥ പറയട്ടെ. പറയാം. എടാ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിനെ പ്രധാനമായിട്ട് എത്ര തരംതിരിക്കാൻ പറ്റും? ഇത് എത്ര കോമ്പൗണ്ട്സിനെ തരംതിരിക്കാൻ പറ്റും? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിനെ പ്രധാനമായിട്ട് എത്ര കോമ്പൗണ്ട് ആയിട്ട് തരംതിരിക്കാൻ പറ്റും? അല്ലെങ്കിൽ എത്ര കമ്പാർട്ട്മെന്റ് തിരിക്കാൻ പറ്റും? എത്ര കമ്പാർട്ട്മെന്റാ നമുക്കിവിടെ ഉള്ള ബോഡി ഫ്ലൂയിഡ്സിന്? എപ്പോഴും രണ്ട് കമ്പാർട്ട്മെന്റായിട്ട് നമുക്ക് എപ്പോഴും തരം തിരിക്കാൻ പറ്റും. ശരിയല്ലേ? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിന്റെ കമ്പാർട്ട്മെന്റ്സ് എപ്പോഴും രണ്ടായിട്ട് തരം തിരിക്കാൻ പറ്റും. ഫസ്റ്റ് ഒന്നിസ് ഏതാ? ഏതാ? ഇൻട്രാ സെല്ലുലാർ സ്പേസും സെക്കൻഡ് ഏതാ? എക്സ്ട്രാ സെല്ലുലാർ സ്പേസും അല്ലേ? ഫസ്റ്റ് ചോദ്യമാണ്. ചോദ്യം എന്തായിരുന്നു? മോസ്റ്റ് അബണ്ടന്റ് ആനയോൺ ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. പക്ഷെ ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ സെല്ല് പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചതാണ്. നമുക്ക് ബോഡിക്ക് പ്രധാനം, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിന് പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ചെയ്തിരിക്കുന്നത് എപ്പോഴും രണ്ട് കമ്പാർട്ട്മെന്റ്സ് അല്ലേ? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിന് എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? ഇൻട്രാ സെല്ലുലാർ സ്പേസിനകത്തുള്ള ഫ്ലൂയിഡും അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിനകത്തുള്ള ഫ്ലൂയിഡുമായിട്ട് എപ്പോഴും ബോഡി ഫ്ലൂയിഡ്സിന് പ്രധാനമായിട്ട് എപ്പോഴും തരം തിരിച്ചിരിക്കുന്നത്. ഇത്രയും കിട്ടിയോ? ബേസിക്കൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരമായില്ല എങ്കിലും ഇതുവരെ പറഞ്ഞ് ക്ലിയർ ആയോ? പഠിച്ചവർ കുറെയൊക്കെ ക്ലിയർ ആയി കാണും. ക്ലിയർ ആയോടെ എല്ലാവർക്കും? ഇതൊരു ഉത്തരത്തില്ലല്ലോ. ഉത്തരത്തില്ലോ. ഞാൻ പറയും, ഒരു ചോദ്യം പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണ്ടേ? എങ്കിലേ ഇൻട്രാ സെല്ലുലാർ സ്പേസ് എവിടെയുള്ള സ്പേസാ? ഇൻട്രാ സെല്ലുലാർ സ്പേസ് എവിടെയുള്ള സ്പേസാ? ബോഡി സെല്ലിന് അകത്തുള്ളതാണോ, ബോഡി സെല്ലിന് പുറത്തുള്ളതാണോ? ഓരോ കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. ഇൻട്രാ സെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത് ബോഡി സെല്ലിനകത്തുള്ളതാണോ, സെല്ലിനകത്തുള്ളതാണോ, പുറത്തുള്ളതാണോ? സാറേ, അതൊന്ന് ജസ്റ്റ് ആലോചിക്കണം. ഒരു നിമിഷം തരാം. ആലോചിച്ച് പറഞ്ഞേ. ഫ്ലൂയിഡ് 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 വിത്തിൻ ദ ബോഡി സെൽസ് അല്ലേ? അല്ലെ, ബോഡി സെൽസിനകത്തുള്ള ഫ്ലൂയിഡ് എന്ത് വിളിക്കാം? ബോഡി സെൽസിനകത്തുള്ള ഫ്ലൂയിഡ് എന്ത് വിളിക്കാം? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണോടെ? ആണോ? ആണോ? ഉത്തരം എങ്കിൽ ഉത്തരം മാത്രം പറയുക. എസ് എങ്കിൽ എസ്, നോ നോ. യെസ്. എങ്ങനെ ബോഡിയുടെ ബേസിക് സ്ട്രക്ചറൽ ഫംഗ്ഷൻ യൂണിറ്റ് ആരാ? ബോഡിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആരാ? സെൽ അല്ലേ? സെല്ലിൽ നമ്മുടെ എന്ത് ഹെയർ എടുത്താലും, നെയിൽ എടുത്താലും, ബോൺ എടുത്താലും, എവിടെ എടുത്താലും സെല്ലുണ്ടോ? ഉണ്ടോ? ഹെയർ എടുത്താലും, ഹെയർ ആയാലും, നിങ്ങളുടെ സുന്ദരമായ ഹെയർ ആയാലും, മുടിയൊക്കെ ഉണ്ടോടെ? ഉണ്ടല്ലോ, ഉണ്ട്. സ്കിൻ എടുത്താലും, നെയിൽ എടുത്താലും, ബോൺ എടുത്താലും സെൽസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ സെൽസ് ആണ് എപ്പോഴും ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽസ് യൂണിറ്റ് അല്ലേ?
ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയാറുണ്ട്. ആ സെൽസിനകത്തുള്ള ഫ്ലൂയിഡിനെ പ്രധാനമായിട്ടും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് പറയാറില്ലേ? സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിനെ എപ്പോഴും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയാം. ഇത്രയും ക്ലിയർ ആയി? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആയി? ചോദ്യം ഒരു കാര്യം പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിക്കണം, ഉത്തരം മാത്രം പഠിക്കണം. ചോദ്യം ഉത്തരവും മാത്രം പഠിക്കണോ? അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിക്കണോ? അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിക്കണോ? അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിക്കണോ? ആലോചിച്ച് പറയുക, ആലോചിച്ച് പഠിക്കുക. അപ്പം സെൽസിനകത്തുള്ള ഫ്ലൂയിഡ് വിളിക്കാം. സെൽസിനകത്തുള്ള ഫ്ലൂയിഡ് എന്ത് വിളിക്കാം? സെൽസിനകത്തുള്ള ഫ്ലൂയിഡ് വിളിക്കാം. എന്ത് വിളിക്കാം? ഇൻട്രാ സെല്ലുലർ ഫ്ലൂയിഡ് അല്ലേ? സെൽസിനകത്തുള്ള ഫ്ലൂയിഡ് എപ്പോഴും ഇൻട്രാ സെല്ലുലർ വിളിക്കാം. എങ്കിലേ ഇത് ബോഡിയിൽ എത്ര ശതമാനം ഉണ്ട്? ഒരു ബോഡിയിൽ അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ എത്ര ലിറ്റർ വാട്ടർ ഉണ്ട്? ബോഡിയിൽ അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ എത്ര ലിറ്റർ വാട്ടർ ഉണ്ട്? എത്ര ഉണ്ട് ഏകദേശം? അപ്രോക്സിമേറ്റ്ലി 40 ഉണ്ടോ? 40 ഉണ്ടോ? 40 ഉണ്ടോ? ഉണ്ട്. ബോഡിയിൽ അപ്രോക്സിമേറ്റ്ലി എപ്പോഴും 40% വാട്ടർ അല്ലേ? ശരിക്കും പറഞ്ഞ ബോഡിയുടെ 2/3% എപ്പോഴും എന്താണ്? വാട്ടർ ആണ്. അതിൽ തന്നെ ഏകദേശം 40% വാട്ടറിൽ ഏകദേശം 28 മുതൽ 32 ലിറ്റർ എന്താ എന്തായിരിക്കും? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. ബോഡിയുടെ 28 മുതൽ 32 ലിറ്റർ വരെ എപ്പോഴും എന്തായിരിക്കും? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. കാര്യം ഒരിക്കലും മറക്കാതെ, ഈ ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. ബോഡിയുടെ 28 മുതൽ 32 ലിറ്റർ വരെ എപ്പോഴും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. ഇതുവരെ പറയാൻ ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഇത് പല ക്ലാസ്സിൽ പറഞ്ഞ കാര്യമില്ലൊക്കെ, പല ക്ലാസ്സിൽ പലപ്പോഴേ പറഞ്ഞ കാര്യം മനസ്സിലായിനകത്ത്. ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി എല്ലാവർക്കും? ഇതുവരെ പറയാൻ ക്ലിയർ ആയി എല്ലാവർക്കും? എങ്കിൽ ഫസ്റ്റ് ചോദ്യം ഇതാണ്. കേരള PSCയുടെ കഴിഞ്ഞൊരു എക്സാമിന് ഫസ്റ്റ് ചോദ്യം ഇതാണ്. ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനമാണ് ICF ഉള്ളത്? ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനമാണ് ICF ഉള്ളത്? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനം ഉണ്ട്? 40%. സാറേ 40% അല്ലേ? ടോട്ടൽ ബോഡി വെയിറ്റ് 40% എന്ന് പറഞ്ഞ എപ്പോഴും ICF ആണ്. മറക്കൊരു കാര്യം, ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 40% എപ്പോഴും ICF ആണ്. ക്ലിയർ? ഇനി എവിടെയാ ICF കാണുന്നത്? ICF എവിടെ കാണും? ICF എവിടെ കാണുന്നത്? ചോദ്യം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണെങ്കിൽ എല്ലാം പഠിക്കണ്ടേ? ICF എവിടെ കാണും? സെൽ പഠിച്ചപ്പോൾ പറഞ്ഞു സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സെൽ പഠിച്ചപ്പോൾ പറഞ്ഞു സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ സൈറ്റോപ്ലാസത്തിലുള്ള ഫ്ലൂയിഡിനെല്ലാം നമ്മൾ സൈറ്റോസോൾ എന്ന് പറയാറുണ്ടല്ലേ? സൈറ്റോപ്ലാസത്തിനകത്തുള്ള ഫ്ലൂയിഡിനെല്ലാം നമ്മൾ എപ്പോഴും സൈറ്റോസോൾ എന്ന് പറയാറില്ലേ? ശരിയല്ലേ? സൈറ്റോപ്ലാസത്തിലുള്ള ഫ്ലൂയിഡിനെ എപ്പോഴും സൈറ്റോസോൾ എന്ന് പറയല്ലേ? സൈറ്റോസോൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ICF എന്ന് പറഞ്ഞ എപ്പോഴും സൈറ്റോസോളിനെ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ ICF എന്ന് പറഞ്ഞത് അല്ലേ? സൈറ്റോസോൾ നമ്മൾ എപ്പോഴും ICF എന്ന് പറഞ്ഞില്ലേ? ശരിക്കും പറഞ്ഞ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിനെ എപ്പോഴും എന്ത് വിളിക്കാം? ഒരു സെല്ലിന് അകത്തുള്ള ഫ്ലൂയിഡിനെ എപ്പോഴും എന്ത് വിളിക്കാം? ICF എന്ന് വിളിക്കാം. ക്ലിയർ? അപ്പോഴും നമ്മൾ ഇത് എക്സ്ട്രാ സെൽ എത്തിയോടെ? ICF പറയുന്നല്ലേ? ചോദ്യം ഇത് എക്സ്ട്രാ സെല്ലായിരുന്നു അല്ലേ? ചോദ്യം എക്സ്ട്രാ സെല്ലായിരുന്നു. പക്ഷെ ICF എത്തിയോ? ICF മാത്രം പഠിച്ചു, ബാക്കി പഠിച്ചില്ല. ബാക്കി നോക്കാം കൂടെ. ഈ ICF കുറിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ICF-നെ പറ്റി ചോദ്യം ഇതിൽ നിങ്ങൾക്ക് ആവശ്യം ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിക്കണ്ടേ? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലേ? സാർ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യവും പഠിക്കണം.
ആ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു, ചോദ്യം എങ്ങനെ വരും. ഞാൻ പഠിച്ച തിയറിയാണ്, ഞാൻ തിയറി പഠിച്ചു കഴിഞ്ഞു അതിന്റെ. പക്ഷെ എനിക്ക് അതിന്റെ ക്വസ്റ്റ്യൻ അത് എങ്ങനെയൊക്കെ വരുന്നു പഠിക്കണ്ടേ. ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്ലിയർ ആയോ? ഇനി ഇവരോട് പഠിക്കണ്ടേ? പഠിക്കണ്ടേ? അപ്പൊ ICF എന്ന് പറഞ്ഞാൽ സെല്ലിന് അകത്തുള്ള ഫ്ലൂയിഡ് ആണോ പുറത്തുള്ള ഫ്ലൂയിഡ് ആണോ? ICF എന്ന് പറഞ്ഞ സെല്ലിന് അകത്തുള്ള ഫ്ലൂയിഡ് ആണോ പുറത്തുള്ള ഫ്ലൂയിഡ് ആണോ? സെല്ലിന് അകത്തുള്ള ഫ്ലൂയിഡിന് എപ്പോഴും ICF എന്ന് പറയാം അല്ലെ. സെല്ലിന് അകത്തുള്ള ഫ്ലൂയിഡിന് എപ്പോഴും ICF എന്ന് പറയാം. സെല്ലിന് പുറത്തുള്ള ഫ്ലൂയിഡിന് എപ്പോഴും ECF അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയാം. ഓർമ്മിക്കുക. സി, ഇവിടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന വീണ്ടും കുറച്ച് ചോദ്യമുണ്ട്. ഇനിയുണ്ട്, റിമെമ്പർ ICFിലുള്ള മേജർ കാറ്റയോൺ ഏതാണ്, മേജർ ആനയോൺ ഏതാണ്, ഓർ ECFിനകത്തുള്ള മേജർ കാറ്റയോൺ ഏതാണ്, മേജർ ആനയോൺ ആണ്. ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിലും ചോദ്യം എവിടെയെങ്കിലും ഫെമിലിയർ ആണോ? റിമെമ്പർ, ആലോചിച്ച് നോക്കുക. തിങ്ക് എവിടെയെങ്കിലും ICFിനകത്തുള്ള മേജർ ആനയോൺ ഏതെന്ന് ചോദ്യവും മേജർ കാറ്റയോൺ ഏത് ചോദ്യവും ECFിനകത്തുള്ള മേജർ കാറ്റയോൺ എന്ന ചോദ്യവും മേജർ ആനയോൺ എന്ന ചോദ്യം, 4 ചോദ്യം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും 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 ആർക്കും അറിയാം? ആർക്കും അറിയാം? ICFിലെ ആനയോൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ICFിലെ ആനയോൺ ഏതാണ്? ICFിലെ കാറ്റയോൺ ഏതാണ്? ആൻഡ് ECFിലെ ആനയോൺ ഏതാണ്? ECFിലെ കാറ്റയോൺ എന്ന് 4 ചോദ്യം പല തവണ പല ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. പഠിക്കാം. പഠിക്കാമോ? യെസ്. എങ്കിലേ ICFിലെ മേജർ കാറ്റയോൺ ഏതാ? ICFിലെ മേജർ കാറ്റയോൺ ആരാ? പൊട്ടാസ്യം. ICFിലെ മേജർ കാറ്റയോൺ ഏതാ? കാറ്റയോൺ. ICFിലെ കാറ്റയോൺ എന്താ? പോസിറ്റീവോ നെഗറ്റീവ് ആണോ? കാറ്റയോൺ പോസിറ്റീവോ നെഗറ്റീവ് ആണോ? ആർക്കും അറിയാം? കാറ്റയോൺ പോസിറ്റീവോ നെഗറ്റീവ് ആണോ? ആരാ? കാറ്റയോൺ. ഇല്ല. എവിടെ ഉത്തരവോട്? കാറ്റയോൺ നെഗറ്റീവ് അല്ലേ? അപ്പൊ ICFിനകത്തുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാറ്റയോൺ ഏതാ? ദാറ്റ് ഇസ് പൊട്ടാസ്യം അല്ലെ. ICFിനകത്തുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാറ്റയോൺ ഏതാ? ദാറ്റ് ഇസ് പൊട്ടാസ്യം. ക്ലിയർ? ഇത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ബന്ധപ്പെട്ട് കുറെ കാര്യം പറയുന്നത്. പൊട്ടാസ്യമാണ് ICFിനകത്തുള്ള മേജർ കാറ്റയോൺ. ക്ലിയർ? ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇനി വീണ്ടും ചോദിക്കും, ICFിലെ മേജർ ആനയോൺ ഏതാ? ICFിലെ മേജർ ആനയോൺ ഏതാ? ആനയോൺ ഏതാ? ICFിലെ ആലോചിച്ച് പറയുക. ICFിലെ മേജർ ആനയോൺ ഏതാ? സോഡിയം ആണോ, പൊട്ടാസ്യം ആണോ, ഫോസ്ഫേറ്റ് ആണോ? ആലോചിച്ച് പറയുക. സോഡിയം ആണോ, പൊട്ടാസ്യം ആണോ? ആലോചിച്ച് പറയട്ടെ. സോഡിയം ആണോ, പൊട്ടാസ്യം ഏതായിരിക്കും? ആലോചിച്ച് പറഞ്ഞേ. എല്ലാവരും ക്ലോറൈഡ് എന്ന് പറഞ്ഞേ. എല്ലാവരും ക്ലോറൈഡ് എവിടെ കിടന്നാണ്? തെറ്റിക്കാ പറഞ്ഞേ. ഇത് ക്ലോറൈഡ് എവിടെ കിടന്നാണ്? തെറ്റിക്കരുത്. അപ്പൊ ICFിൽ ഫസ്റ്റ് കാറ്റയോനും പറഞ്ഞു, പൊട്ടാസ്യം പറഞ്ഞില്ലേ? ICFിലെ ദ മോസ്റ്റ് ഈ പറഞ്ഞ
ഈ പറയുന്ന കാറ്റിയൻ പൊട്ടാസ്യം പറഞ്ഞു ആനിയോൺ ആരാ? ദാറ്റ് ഈസ് ആരാ? ICF ആനിയോൺ ആരാ? ദാറ്റ് ഈസ് ഫോസ്ഫേറ്റ്. ICF-ലെ ആനിയോൺ ആരാ? ദാറ്റ് ഈസ് ഫോസ്ഫേറ്റ്. HPO4 - ICF-ലെ ആനിയോൺ ആരാ? ഫോസ്ഫേറ്റ് അല്ലേ? അല്ലേ കുഞ്ഞെ? ICF-ലെ ദ മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ ആരാ? ഫോസ്ഫേറ്റ് ആണ്. ICF-ലെ മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ ആരാ? ഫോസ്ഫേറ്റ്. ഇത് ചോദ്യം ചോദിക്കും. ICF-ലെ മേജർ കാറ്റയോൺ ആരാ? പഠിപ്പിച്ചാണ് വീണ്ടും ചോദിക്കുകയാണ്. ICF-ലെ മോസ്റ്റ് അബണ്ടന്റ് കാറ്റയോൺ ആരാ? ദാറ്റ് ഈസ് പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യം പറഞ്ഞ മറ്റൊരു പേരെന്താ? ഇത് K+ എന്നാണോ? K+ എന്നാണോ? യെസ്, K+ അല്ലേ? പൊട്ടാസ്യമാണ് എപ്പോഴും ICF-ലെ മേജർ കാറ്റയോൺ എന്ന് പറയുന്നത്. ഇനി ICF-ലെ മേജർ ആനയോൺ ആരാ? ദാറ്റ് ഈസ് ഫോസ്ഫേറ്റിനെ എപ്പോഴും എന്ത് വിളിക്കാം? ദ HPO4 അല്ലേ? അപ്പൊ ICF-ലെ ആനയോണും കാറ്റയോണും മനസ്സിലായോ? എസ് എങ്കിൽ എസ് പറയും എല്ലാരും. ICF-നകത്തുള്ള കാറ്റയോണും ആനയോണും ക്ലിയർ ആക്കും. ഇപ്പോഴുള്ള എല്ലാവരും പറയുക. അവസാനം പഠിക്കാൻ സമയം കിട്ടും, ശരിയല്ലേ? ലാസ്റ്റ് നിമിഷം പഠിക്കാൻ സമയം കിട്ടോ? ഇല്ല. ഇനി ECF നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ വരയ്ക്കാൻ എന്താ? നമ്മൾ ക്വസ്റ്റ്യൻ മസാലം പഠിക്കണ്ടേ? ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ മസാലം പഠിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ ഇൻ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്? എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനകത്തുള്ള മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ എന്ന ചോദ്യം ഏതായിരിക്കും? ആനിയോണും കാറ്റയോൺ. ഫസ്റ്റ് കാറ്റയോൺ പഠിക്കാം. എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് മോസ്റ്റ് അബണ്ടന്റ് കാറ്റയോൺ ചോദിച്ചാൽ സോഡിയം ആണ് എപ്പോഴും എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനകത്തുള്ള മോസ്റ്റ് അബണ്ടന്റ് കാറ്റയോൺ. സോഡിയത്തിന്റെ ഫോം എന്താണ്? Na+ അല്ലേ? അപ്പൊ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനകത്തുള്ള മോസ്റ്റ് അബണ്ടന്റ് കാറ്റയോൺ ചോദിച്ചാൽ Na+ ആണ്. ആനിയോൺ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ ഉണ്ട്, ക്ലോറൈഡ് ആണ്. എന്താണ്? മോസ്റ്റ് അബണ്ടന്റ് എന്താ? ഇറ്റ് ഈസ് ആനിയോൺ എന്ന് പറയുന്നത് ക്ലോറൈഡ് ആണ്. എന്താ? മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ ഏതാ? ദാറ്റ് ഈസ് ക്ലോറൈഡ് ആണ് മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ. ഇനി ഈ ചോദ്യങ്ങൾ വെച്ച് ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കും. ഉത്തരം കൃത്യമായി തന്നെ പറയുമോ? The most abundant cation in extracellular fluid ഏതാ? മോസ്റ്റ് അബണ്ടന്റ് കാറ്റയോൺ ഇൻ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ഏതാ? സോഡിയം. ഉത്തരം ശരിയാണ്, സോഡിയം. ദ മോസ്റ്റ് അബണ്ടന്റ് കാറ്റയോൺ ഇൻ ICF ഏതാ? ICF ഉള്ള മോസ്റ്റ് അബണ്ടന്റ് കാറ്റയോൺ ഏതാ? സാറേ പൊട്ടാസ്യം. അപ്പൊ അത് രണ്ടും ക്ലിയർ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICF-ലുള്ള മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ ഏതാ? ICF-ലുള്ള മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ ഏതാ? സാറേ അത് ഫോസ്ഫേറ്റ്. ഇനി ECF-ലുള്ള മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ ഏതാ? ECF-ലുള്ള മോസ്റ്റ് അബണ്ടന്റ് ആനിയോൺ ഏതാ? സാറേ അത് ക്ലോറൈഡ് ആണ്. തെറ്റിക്കരുത് സാറേ, ക്ലോറൈഡ് ആണ്. ശരി, ക്ലിയർ. ഇത്രയും ക്ലിയർ. ഫസ്റ്റ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും മനസ്സിലായോ? എല്ലാം മനസ്സിലായോ? നിങ്ങൾ ഇതാണോ ആഗ്രഹിക്കുന്നത്, അതോ ഓരോ ചോദ്യം ആൻസർ മാത്രമാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഇതാണോ ആഗ്രഹിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം പഠിക്കുന്നതാണോ? എല്ലാം. പക്ഷെ ഇവിടെ ചോദിക്കട്ടെ, മോസ്റ്റ് അബണ്ടന്റ് ആനയോൺ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ഏതാ? ഉത്തരം ഏതായിരിക്കും? ഉത്തരം കൂടെ പറഞ്ഞാൽ മതി. ഫസ്റ്റ് ഉത്തരം ദാറ്റ് ഈസ് ക്ലോറൈഡ് ആണ് ഉത്തരം അല്ലേ?
സോ ചോദ്യവും പിടികിട്ടി, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യം പിടികിട്ടി, ഉത്തരവും പിടികിട്ടി. ഇനി ഈ ചോദ്യങ്ങളിൽ നിന്നും വീണ്ടും ചോദിക്കാം, അതറിയണ്ടേ? ഈ ചോദ്യങ്ങളിൽ നിന്നും വീണ്ടും ചോദ്യം ചോദിക്കാം. അത് പഠിക്കണോ? അത് പിന്നത്തെ ആക്കണോ? പിന്നെ ആക്കണോ? വേണ്ടല്ലോ. ഈ ചോദ്യങ്ങളിൽ നിന്ന് വീണ്ടും ചോദ്യം ചോദിക്കാം. അത് ഇപ്പൊ പഠിക്കാമോ? പഠിക്കണം. ആർക്ക് ആഗ്രഹമുണ്ടോ? പറഞ്ഞേ. ഞാൻ ഓരോ കാര്യം എങ്ങനെ പഠിപ്പിക്കുന്നത്? ഇത്രയും പഠിച്ചു. ഇനി ഈ ചോദ്യങ്ങൾ ബന്ധപ്പെട്ട് ഇനിയും ചോദ്യങ്ങളുണ്ട്. പഠിക്കണ്ടേ? അതുപോലെ പഠിക്കണം. സാറേ പഠിക്കണം എങ്കിൽ പഠിക്കാം. എന്താ ഇവിടെ നിന്ന് വീണ്ടും ചോദിക്കാൻ, കേരള പീസ് ചോദിക്കാൻ സാർ ചോദ്യം എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാൻ പറ്റും? കേരള പി സി എക്സാം ഇവിടെ സോഡിയവും പൊട്ടാസ്യവും ബൈകാർബണേറ്റും ക്ലോറൈഡും തമ്മിൽ ബന്ധപ്പെടുത്തി ചോദിക്കാം. എന്ത് ചോദിക്കാം? നോർമൽ വാല്യൂസ്, ശരിയല്ലേ? നോർമൽ വാല്യൂസ്. ഇതെല്ലാം കഴിഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാറും ഇൻട്രാ സെല്ലുലാറും അതിന്റെ മോസ്റ്റ് അബണ്ടന്റ് ഏതെന്നും കാറ്റയോൺ ഏതെന്നും ആനയോൺ ഏതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇവിടുത്തെ നോർമൽ വാല്യൂസ് ചോദ്യങ്ങളിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്, കണ്ടിട്ടുള്ളതായിരിക്കും. നോർമൽ വാല്യൂ സോഡിയം. സോഡിയത്തിന്റെ നോർമൽ വാല്യൂ എത്രയാ? സോഡിയത്തിന്റെ നോർമൽ വാല്യൂ എപ്പോഴും കേരള പി എസ് സി എക്സാം ചോദിക്കുന്നതാണ്. കാണും, കണ്ടിട്ടുണ്ടായിരിക്കും. സോഡിയം എത്രയാ? ഇറ്റ് ഈസ് 135 to 145 എന്താ മില്ലി ഇക്വലൻ പെർ ലിറ്റർ അല്ലേ? സോഡിയത്തിന്റെ നോർമൽ വാല്യൂ ചോദിച്ചാൽ 135 തൊട്ട് 145 മില്ലി ഈക്വൽ പെർ ലിറ്റർ ആണ് നോർമൽ സോഡിയത്തിന്റെ വാല്യൂ എന്ന് പറയും. ഈ ചോദ്യം ഒരു 6 തവണയെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഒരു 6 തവണയെങ്കിലും കേരള പി സി എക്സാമിൽ പ്രീവിയസ് ആയിട്ട് ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പി ക്യു ആണ്, പ്രീവിയസ് ചോദ്യമാണ്. സോഡിയത്തിന്റെ നോർമൽ വാല്യൂ ചോദിക്കാറുണ്ട് 135 തൊട്ട് 145 വരെയാണ്. 135 മുതൽ 145 വരെ നോർമൽ സോഡിയം ലെവൽ എന്ന് പറയുന്നത്. ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ആരെയുണ്ടോ? സുജിതെ. നെക്സ്റ്റ് ആശ, അശ്വതി അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? നോക്കാം, ഞാൻ അയച്ചു നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ അയച്ചു കാണാൻ പറ്റും. ഉണ്ടല്ലേ? അപ്പൊ സോഡിയത്തിന്റെ വാല്യൂ 135 മുതൽ 145 വരെയാണ്. ഇനി പൊട്ടാസ്യത്തിന്റെ വാല്യൂ എത്രയാ? പൊട്ടാസ്യം എത്രയാ? നോർമൽ എത്രയാ? സീറം പൊട്ടാസ്യം എത്രയാ? അറിയാം, 3.5 മുതൽ 4.5 അല്ലേ? സീറം പൊട്ടാസ്യത്തിന്റെ നോർമൽ എത്രയാ? 3.5, 4.5. ബാക്കി അതിന്റെ വാലറ്റം കൂടെ പഠിക്കണേ. മില്ലി ഈക്വലൻ പെർ ലിറ്റർ. മില്ലി ഈക്വലൻ പെർ ലിറ്റർ ആണ് എന്താ? പൊട്ടാസ്യത്തിന്റെ നോർമൽ വാല്യൂ എപ്പോഴും 3.5 മുതൽ 4.5 മില്ലി ഈക്വൽ ലിറ്ററിന് എപ്പോഴും പൊട്ടാസ്യത്തിന്റെ നോർമൽ വാല്യൂ. ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് വിടുന്നു. ദ ഐഡിയൽ സോഡിയം പൊട്ടാസ്യം റേഷ്യോ ചോദിക്കാറുണ്ട്. ഐഡിയൽ സോഡിയം പൊട്ടാസ്യം റേഷ്യോ ഒരു എയിംസ് എക്സ് ചോദിച്ചിട്ടുണ്ട്. ഐഡിയൽ ആയിട്ടുള്ള നോർമൽ സീറം പൊട്ടാസ്യം ചോദിച്ചിട്ടുണ്ട്. 1:1 ആണ്. ഐഡിയൽ സീറം പൊട്ടാസ്യം റേഷ്യോ ചോദിച്ചാൽ ഈ രണ്ട് കാര്യമില്ലേ ഇപ്പൊ പറഞ്ഞ സോഡിയം പൊട്ടാസ്യം തമ്മിലുള്ള ഐഡിയൽ ആയിട്ടുള്ള റേഷ്യോ ചോദിച്ചാൽ 1:1 ആണ്. കാര്യം മറക്കരുത്. ഇത്രയും ക്ലിയർ ആയോ? ഇനി ഒരു ചോദ്യം, ഫോസ്ഫേറ്റ് എത്ര? നോർമൽ ഫോസ്ഫേറ്റ് എത്രയാ? ഫോസ്ഫേറ്റിന്റെ നോർമൽ എത്രയാ? നോർമൽ ഫോസ്ഫേറ്റിന്റെ വാല്യൂ എത്രയാ? ഫോസ്ഫേറ്റ് ഒരു ചോദ്യം കൊണ്ടാണ്. ഫോസ്ഫേറ്റ് എന്താ? ഫോസ്ഫേറ്റ് എന്താ? എത്രയാ? സിറം ഫോസ്ഫേറ്റ് എത്രയാ? ഫോസ്ഫേറ്റ് എത്രയാ? 3.4 തൊട്ട് 4.5 ആണ്. ജസ്റ്റ് ഓർമ്മിച്ച് കേട്ടോ. ഫോസ്ഫേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ കാരണം കൂടെ ഉണ്ട്. നമ്മുടെ ഇത് ബഫർ സിസ്റ്റം, നമ്മുടെ ബോഡിയുടെ ഇത് ബഫർ സിസ്റ്റം അറിയാമോ? ബോഡിയുടെ ബഫർ സിസ്റ്റം അറിയാമോ? ബഫർ സിസ്റ്റം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ 3.4 തൊട്ട് 4.5 വരെ എപ്പോഴും ഫോസ്ഫേറ്റിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അണ്ട് ക്ലോറൈഡിന്റെ എത്രയാ? ക്ലോറൈഡിന്റെ നോർമൽ എത്രയാ? ക്ലോറൈഡ് എത്രയാ? ക്ലോറൈഡ് 98 തൊട്ട് 106 വരെ അല്ലേ? 98 മുതൽ 106 മില്ലി ഈക്വൽ പെർ ലിറ്റർ ആണ് ക്ലോറൈഡിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? 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 എല്ലാം ക്ലിയർ? ഇത്രയും ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട 4 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട ഉത്തരവും എല്ലാം ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ പോകാമോ? സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാമോ? ഒന്ന് മാച്ചോട്ടെ എല്ലാം കേട്ടെ, എല്ലാം ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. കുറെ പഠിക്കാൻ പറ്റുമോ? കുറെ പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഓപ്പണായി പറയാം, പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റിയോ? പഠിക്കാൻ പറ്റിയോ? പഠിക്കാൻ പറ്റി. എങ്കിലും ഒരു ചെറിയ ബ്രേക്ക്. സമയത്രായി? ഒരു ക്വസ്റ്റ്യൻ 45 മിനിറ്റോളം പോയി. ഒരു ക്വസ്റ്റ്യൻ 45 മിനിറ്റ്. ഒരു 5 മിനിറ്റ് ഒരു കറക്റ്റ് 8:50 അടുത്ത ക്ലാസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 8:50 ചെറിയ ബ്രേക്ക് പഠിപ്പിക്കാം. 8:50 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ജീൻസ് ആർ
സ്റ്റാർട്ട് ചെയ്യടേ, സ്റ്റാർട്ട് ചെയ്യടേ, ഇത് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാമോ? എത്തിയോ എല്ലാരും? എത്തിയോ? ഫുഡ് കഴിച്ചോ? കഴിച്ചോ? എത്തിയോ? എത്തിയോ എല്ലാരും? എങ്കിലേ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം പറഞ്ഞേ. ഇത് ICF ഉള്ള മേജർ കാറ്റയോൺ ഏതാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം. ICF ഉള്ള മേജർ കാറ്റയോൺ ഏതാ? ICF ഉള്ള മേജർ കാറ്റയോൺ ഏതാ? ഉത്തരം. ICF ഉള്ള മേജർ കാറ്റയോൺ ഏതാ? ICF ഉള്ള മേജർ കാറ്റയോൺ ഏതാ? ഏതാ? ICF ഉള്ള മേജർ കാറ്റയോൺ ഏതാ? ചോദ്യം വരും, എക്സാമിന് ചോദ്യം വരും. ICF ഉള്ള മേജർ കാറ്റയോൺ ഏതാ? ആരാടെ? ആരാടെ? പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യം അല്ലേ? ICF ഉള്ള മേജർ കാറ്റയോൺ ഏതാ? ഉത്തരം പറഞ്ഞു. പൊട്ടാസ്യം അല്ലേ? ICF മേജർ കാറ്റയോൺ ഏതാ? അത് പൊട്ടാസ്യം. ICF മേജർ ആനയോൺ ഏതാ? ദാറ്റ് ഈസ് ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റ്, the HPO4 അല്ലേ? ശരിയല്ലേ? ICF മേജർ കാറ്റയോൺ ചോദിച്ചാൽ അത് പൊട്ടാസ്യവും, ICF മേജർ ആനയോൺ ചോദിച്ചാൽ അത് ഫോസ്ഫേറ്റുമാണ്. HPO4 എന്ന് പറയുന്ന ആനയോൺ പറഞ്ഞത് മറക്കിനി. ICF ആനയോൺ കാറ്റയോൺ മറക്കിനി ഇല്ലല്ലോ. ഇനി ICF മോസ്റ്റ് അബൺ കാറ്റയോൺ ഏതാ? ICF മോസ്റ്റ് അബൺ കാറ്റയോൺ ഏതാ? സോഡിയം. സാറേ അത് സോഡിയം ആണല്ലേ? സാറേ സോഡിയമാണ്, മറക്കില്ല. ഇനി ICF മോസ്റ്റ് അബണ്ടന്റ് ആനയോൺ ഏതാ? ദാറ്റ് ഇസ് ക്ലോറൈഡ് അല്ലേ? ദാറ്റ് ഇസ് ക്ലോറൈഡ്. ആ രണ്ട് കാര്യങ്ങൾ 4 ചോദ്യം കൃത്യമായി ഓർമ്മിക്കൂ. ഓർമ്മിക്കോ? ഓർമ്മിക്കുമോ? ഇത് ചോദിക്കാറുണ്ട്, ഓർമ്മിക്കും. ഇനി 5ാമത്തെ ചോദ്യം എന്താ? 5ാമത്തെ ചോദ്യം എന്താ? നോർമൽ സോഡിയം ലെവൽ എത്രയാ? 5ാമത്തെ ചോദ്യം നോർമൽ സോഡിയം ലെവൽ എത്രയാ? സീറം സോഡിയം നോർമൽ എത്രയാ? സീറം സോഡിയം എത്രയാ? 135 to 145 അല്ലേ? സീറം സോഡിയം ലെവൽ നോർമൽ ചോദിച്ചാൽ 135 to 145 ആണ്. ഇനി ഇത് ബൈകാർബൺ പറഞ്ഞില്ലല്ലോ. അവിടെ ബൈകാർബണേറ്റ് നോർമൽ വാല്യൂ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരിയല്ലേ? പറഞ്ഞില്ല. എങ്കിലും അതുകൂടെ പഠിച്ചിട്ട് പോവാം. നമ്മൾ എന്ന് എല്ലാം പഠിക്കണ്ടേ? ബൈകാർബൺ എത്രയാ നോർമൽ ലെവൽ? ബൈകാർബണേറ്റിന്റെ നോർമൽ വാല്യൂ എത്രയാ? എത്രയാ? 22 തൊട്ട് 28 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ അല്ലേ? കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴും 22 ആണ്. 22 തൊട്ട് 28 മില്ലി ഈക്വൽ പെർ ലിറ്റർ ആണ് ബൈകാർബണേറ്റ് നോർമൽ. അന്ന് 2019 ആണെങ്കിൽ 21 തൊട്ടാണ്. 2019 ആണെങ്കിൽ 21 തൊട്ട് 28 വരെയാണ് ബൈകാർബണേറ്റ് നോർമൽ ലെവൽ. 2021 ശേഷം 22 മുതൽ 28 വരെയാണ് ബൈകാർബണേറ്റ് നോർമൽ ലെവൽ എന്ന് പറയും. ക്ലിയർ? ഇത്രയും വർഷങ്ങളുടെ വ്യത്യാസം കൂടെ മനസ്സിലാക്കി പഠിച്ചു പോണേ. 2019 മുമ്പ് വരെ 21 മുതൽ 28 വരെയായിരുന്നു ബൈകാർബണേറ്റ് നോർമൽ ലെവൽ. ശേഷം 20 ശേഷം 22 മുതൽ 28 വരെ ബൈകാർബണേറ്റ് നോർമൽ ലെവൽ എന്ന് പറയുന്നത്. സീറം പൊട്ടാസ്യം എത്രയാ? പൊട്ടാസ്യം 3.5 to 4.5 അല്ലേ? 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 3.5 to 4.5. And the phosphate 3.4 തൊട്ട് 4.5 അല്ലേ? രണ്ടും ഏകദേശം അടുത്തടുത്തല്ലേ? പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഏകദേശം അടുത്തടുത്തല്ലേ വാല്യൂ? പൊട്ടാസ്യം ആണെങ്കിൽ 3.5 to 4.5, ഫോസ്ഫേറ്റ് ആണെങ്കിൽ 3.4 തൊട്ട്
4.5. ക്ലിയർ? വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ ബോഡിയുടെ ബഫർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ബഫർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ് അല്ലെ. ക്ലോറൈഡിന് എപ്പോഴും ബോഡിയുടെ ബഫർ സിസ്റ്റം എന്ന് പറയാം. വാല്യൂ 98 മുതൽ 106 വരെ മില്ലി ഈക്വൽ പെർ ലിറ്റർ. ക്ലിയർ? പഠിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കൂടെ. The genes are located in എവിടെയാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, the genes are located in എവിടെയാ? ജീൻസ് എവിടെ കാണും? ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ എവിടെയാ? ഇത് ക്രോമസോംസിലാണോ, പ്ലാസ്റ്റിഡ്സിലാണോ, സൈറ്റോപ്ലാസത്തിലാണോ, ലൈസോസോംസിനകത്താണോ? ജീൻസ് എപ്പോഴും കാണുന്നത് എവിടെയാ? ക്രോമസോമിലാണോ, പ്ലാസ്റ്റിഡ്സിലാണോ, സൈറ്റോപ്ലാസത്തിലാണോ, ലൈസോസോമിനകത്താണോ? സോ ഇത് പഠിക്കുന്ന മുമ്പേ ജീൻസ് എവിടെ കാണും? പ്രധാനമായിട്ടും നമ്മുടെ ഇത് ഹെറിഡിറ്ററി യൂണിറ്റ് പറയുന്ന പേരെന്താ? നമ്മുടെ എല്ലാവരുടെയും ഹെറിഡിറ്ററി യൂണിറ്റിനെ പറയുന്ന പേരെന്താ? എന്ന് വിളിക്കാം, ജീൻസ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ഹെറിഡിറ്ററി യൂണിറ്റിനെ പറയുന്ന പേരെന്താ? ജീൻസ് ആണോ? ആണോ? എസ് പറയുക. ആണോ? ആണ്. ആണോടെ പറഞ്ഞേ. നമ്മുടെ എല്ലാവരുടെയും ഹെറിഡിറ്ററി യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ജീൻസ് അല്ലേ? ഈ ജീൻസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരുന്നു? ജീൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് DNA അല്ലേ? ദ ജീൻസ് ആർ മേഡ് അപ്പ് ഓഫ് എന്താ? DNA. മറക്കരുത്. നമ്മുടെ ഹെറിഡിറ്ററി യൂണിറ്റ് ജീൻസ് ആണ്. ആ ജീൻസ് എവിടെ കാണും? ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് DNA അല്ലേ? ദ DNA കൊണ്ടാണ് ഇപ്പോൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യടേ? ഒന്ന് കറണ്ട് പോയിരുന്നു കേട്ടോ. ചെറിയ മഴയുണ്ട്. ചെറിയൊരു മഴയുണ്ട്. മഴയുണ്ടോ ഇവിടെ എല്ലായിടത്തും? മഴയുണ്ടോ? മഴയൊക്കെ ഉണ്ടോ? ഉണ്ട്. മഴ ഉണ്ടോ ഇവിടെ? ഇവിടെ ചൂടും മഴയൊക്കെ ഉണ്ടോ കേട്ടോ. മഴയില്ലേ ഇവിടെ? മഴയൊന്നുമില്ലേ ഇവിടെ? നല്ല ഈവനിങ് ആയപ്പോഴേ നല്ല മഴയായിരുന്നു കേട്ടോ. ഈവനിങ് ആയപ്പോൾ നല്ല മഴയായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോയി. കറണ്ട് വന്നു.
സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്, വെയിറ്റ്. കറണ്ട് പോയാലേ മൊത്തം കൊടുക്കും.